നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ നിർണായകമായ മൂന്നാം മത്സരത്തിന് ഇറങ്ങുകയാണല്ലോ നാളെ. എതിരാളികൾ കൊളംബിയയാണ്. ഏത് തരത്തിലുള്ള പോരാട്ടം നടക്കുന്നത് കാത്തിരുന്ന് കാണാം. ഇതിപ്പോൾ പോർച്ചുഗൽ താരം പെഡ്രോ നെറ്റോ പറയുന്നു, ഐ ആം ദി മോസ്റ്റ് ഹാൻസം പ്ലെയർ ഇൻ ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിലെ ഏറ്റവും സുന്ദരനായ കളിക്കാരൻ ഞാനാണ്. ഇത് പത്രക്കാരുടെ ചോദ്യത്തിന് അതേ നാണയത്തിൽ തമാശ രൂപത്തിൽ മറുപടി പറഞ്ഞതാണ്. പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അതായത് നാളത്തെ കളിക്ക് മുന്നോടി, നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റന്നാൾ പുലർച്ചെയാണ് കേട്ടോ, ഇനി അത് സംശയമായി വരണ്ട, നമ്മൾ അമേരിക്കയിലെ സമയം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നാളത്തെ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ഒരു കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു, കളിക്കപ്പുറത്തേക്ക്. അതായത് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള കളിക്കാരൻ നിങ്ങളാണോ, അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? അപ്പോൾ ആ ക്വസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അദ്ദേഹം ചിരിയോടുകൂടി അതിനൊരു മറുപടി പറഞ്ഞു. ആ മറുപടി ഇങ്ങനെയാണ്: ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ ചോദ്യം അത് ഔട്ട് ഓഫ് അഡ്മിറേഷൻ അതിന് വന്നതല്ല, അല്ലെങ്കിൽ വന്നതാണ് എന്ന് കരുതുകയാണ്. ഏത് തരത്തിൽ നമുക്കിതിനെക്കുറിച്ച് ചോദിക്കാമല്ലോ, ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ കളിയാക്കാരൻ ചോദിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കരുതുകയാണ്. അത് കംപ്ലീറ്റ്ലി നോർമലാണല്ലോ. ആളുകൾക്ക് എന്നെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നാം, ഇത് സുന്ദര എന്ന് വിളിക്കാനൊക്കെ തോന്നാമെന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ. അതായത് ഒരു തമാശയാക്കിയാണ്. എനിക്കറിയില്ല ഇത്തരത്തിലുള്ളൊരു ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ ലോക്കർ റൂമിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം എല്ലാ ആളുകളും ഐക്യകണ്ഠേന പറയുന്ന കാര്യമാണ്, ഐ ആം ദി മോസ്റ്റ് ഹാൻസം പ്ലെയർ ഇൻ ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള കളിക്കാരൻ ഞാനാണ് എന്ന് എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ച കാര്യമല്ലേ. പിന്നെ ഡ്രസ്സിംഗ് റൂമിലൊന്നും ഇതിനെക്കുറിച്ച് ഒരു ചർച്ചേൻ്റെ കാര്യം തന്നെ ഇല്ല. അങ്ങനെ ഒരു ചർച്ചയുടെ കാര്യമില്ല. ഞാൻ തന്നെയാണ് വേൾഡ് കപ്പിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള കളിക്കാരൻ എന്നാണ് ഇപ്പോൾ പെഡ്രോ നെറ്റോ പറയുന്നത്. ഏതായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം അടുത്ത മത്സരം കളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അവർ വളരെ തമാശ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ എടുക്കുന്നു. ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ കെയർ ചെയ്ത് പലരും അദ്ദേഹത്തെ ഒരു ഐക്കോണിക് ഫിഗറായിട്ട് കാണുന്ന ഘട്ടത്തിലാണ് പെഡ്രോ നെറ്റോയുടെ ഇത്തരത്തിലൊരു പ്രതികരണം വന്നത് എന്ന കാര്യം കൂടി നോക്കുക. ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആണ് എന്നുള്ള ഒരു ഫീലാണ് സ്വാഭാവികമായിട്ടും ഈ ചർച്ചയും ഇത്തരത്തിൽ പ്രസ് കോൺഫറൻസിലെ പ്രതികരണവും ഒക്കെ മറ്റുള്ളവർക്ക് നൽകുക. 1-1 എന്നുള്ള കോങ്കോക്കെതിരെയുള്ള ആ സമനിലയ്ക്ക് ശേഷം കാര്യങ്ങൾ വളരെ പ്രശ്നത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ നിന്ന് അവർ മാറി അടുത്ത മത്സരത്തിലെ ഗംഭീര വിജയം അവർക്ക് വമ്പൻ പ്രതീക്ഷയാണ് സമ്മാനിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.